ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഗോവത്തെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞെടുത്ത് ടി വി കണ്ട് ഇരിക്കണ വരെയല്ലേ, അല്ല കിടക്കണ വരെയല്ലേ. അപ്പോൾ ഞങ്ങൾ ടി വി കണ്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ടാണ്. ഞാൻ ഇച്ചാപ്പോൾ ഉറങ്ങി നീറ്റപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര ഇരുട്ട്. സമയം നോക്കിയപ്പോൾ രാത്രി 8 മണി കേട്ടോ. ഞങ്ങൾ അറിഞ്ഞിട്ട് പോലില്ല. ഞാനൊരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ വെച്ചിട്ട് ഇറങ്ങിയതാട്ടോ പുറത്തേക്ക്. പക്ഷെ 8 മണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ നൈസായിട്ട് എന്തെങ്കിലും കഴിക്കഞ്ഞ് കുട്ടനൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. നമ്മൾ ഇവിടെ അടുത്തുള്ള കടയിൽ തന്നെ കേട്ടോ പോണത്. അപ്പോൾ ഈ ഗേറ്റും കയറിയാൽ തന്നെ നമ്മൾ ഷോപ്പ് എത്തിയിട്ടോ. അപ്പം ഞാൻ ഇച്ചാപ്പും കൂടി ഇങ്ങനെ ഒലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനും ഇച്ചാപ്പും കൂടി ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് വരണം കേട്ടോ. പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ആയാലും രാത്രി ആയാലും ഇവിടെ തന്നെയാണ് കഴിക്കാറ് കേട്ടോ. രാവിലെ ആണെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും. രാത്രി ഞാനും ഇച്ചാപ്പും ഫ്രൈഡ് റൈസാണ് മേടിക്കൽ. വെജ് ഫ്രൈഡ് റൈസാണ് മേടിക്കൽ. അതാകുമ്പോൾ പേടിക്കാതെ നമുക്ക് കഴിക്കാം, അപ്പം തന്നെ ഉണ്ടാക്കണോണ്ട്. അപ്പം ഞാൻ പാർസൽ മേടിക്കാൻ വിചാരിച്ചു, റൂമിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാ. അപ്പം ഞാൻ ഇച്ചാവ് വെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വെജ് സാൻഡ്വിച്ച് പറഞ്ഞായിരുന്നു. സത്യം പറയാലോ 5 കഴിക്കില്ല. ഫ്രൈഡ് റൈസ് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. വെജ് സാൻഡ്വിച്ച് ആരും ഗോവയിൽ പോയിട്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് വെജ് സാൻഡ്വിച്ച് കഴിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ആ സാൻഡ്വിച്ചും കഴിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കുട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കടയിൻ്റെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ കുട്ട വന്നപ്പോൾ ഞങ്ങൾ പാർസൽ മേടിച്ചാണ്ട് നേരെ റൂമിൽ പോയിട്ടോ. ഇന്നലെ വേറെ റൂമായിരുന്നു, ഇന്ന് ഞങ്ങൾ വേറെ റൂമിലാട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരേ ഹോട്ടലിൽ 3 റൂം മാറിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ റൂം കിട്ടി. ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് റേറ്റ് കുറവുള്ളത്. ബാക്കിയൊക്കെ 3000-ൻ്റെ മേലേക്കാണ് റൂമുള്ളത്. പക്ഷെ ഇവിടെ റേറ്റ് കുറവാണെങ്കിലും അതിനുള്ള വൃത്തിയായി നമുക്ക് മെയിൻ ഉള്ളതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. ബാത്റൂം ആയാലും റൂം ആയാലും ഒക്കെ, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ സിംഗിൾ കട്ടിൽ അടുപ്പിച്ചിട്ട് 3 ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇച്ചാപ്പ് കുട്ടൻ്റെ തലയത്തെ പാൻ എടുത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ അമ്മമ്മയും അമ്മച്ചനൊക്കെ വിളിച്ചായിരുന്നു. ഓരോരു കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ നേരെ ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചപ്പോൾ 9:30 ആയിരിക്കുന്ന ടൈം. എന്തായാലും പോവാതെ വിചാരിച്ചു. അപ്പോൾ നമ്മളെ കുട്ടിമോനെ കുഞ്ഞാവ കുട്ടൻ ഞാൻ ഇച്ചാപ്പു പിന്നെ സുജേഷ് ഏട്ടനും പിന്നെ അഖിലേട്ടനും പറഞ്ഞിട്ട് ഉണ്ട്. അവർ എൻജിനീയർമാരാണ് കേട്ടോ. ഇതിൽ ഞാൻ മാത്രമുള്ളൊരു ഗേളായിട്ട്, പക്ഷെ കുഴപ്പമില്ല, നമ്മളെ കുട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സേഫാണ്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് നൈറ്റ് പബ്ബിക്കാണ്. അങ്ങനെ കുറേ ചുറ്റിയേക്കണ് കേട്ടോ, കുറേ ചുറ്റിയേക്കണ്. സംഭവം ഇവിടെ ഒരുപാട് വഴികളുണ്ട്, എങ്ങോട്ടാ പോകണമെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പബ്ബിലെത്തിയപ്പോഴാണ് സംഭവം ആകെ മാറി മറിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കപ്പിൾസിന് 500ഉം അല്ലാത്തവർക്ക് പെർ പേഴ്സണ് 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.